ഹലോ കഥ ആൻഡ് ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്ത്, അതേപോലെ തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്ന് നാഗാർജുന, പിന്നെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്ര റാവോ ആൻഡ് ബോളിവുഡിൽ നിന്ന് നമ്മുടെ സ്വന്തം ആമിർ ഖാൻ. അപ്പോൾ ആമിർ ഖാൻ ചെയ്യുന്ന റോൾ ഇറ്റ്സ് എ ക്യാമിയോ റോൾ ആൻഡ് ഇറ്റ്സ് നോട്ട് എ ലെങ്തി റോൾ ഐ ഗെസ്. അങ്ങനെയാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചെറിയൊരു റോളാണ്, ഭയങ്കര മാസീവായിട്ടുള്ള സ്പേസ് ഒന്നും ഉള്ള റോളല്ല എന്നുള്ളത്. സോ എനിവേ ഇവരൊക്കെയാണ് ലീഡ് ആക്ടേഴ്സ്. അപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ തന്നെ ഈ സിനിമേൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എത്ര എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും എക്സൈറ്റഡ് ആണ് പടം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പടം ഇറങ്ങുന്നതിന് മുന്നേ അതിനെപ്പറ്റി ഒരു സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നാളെ 2nd of August നമുക്ക് ട്രെയിലർ കിട്ടും. ട്രെയിലർ ഒരു പവർ പാക്ഡ് ട്രെയിലറാണെന്നുള്ളതാണ് റിപ്പോർട്ട് വരുന്നത്. ആൻഡ് ട്രെയിലർ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇത്രയും ഒരു മാസീവ് സ്റ്റാർ കാസ്റ്റിൽ വരുന്ന പടം, അതും അത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പടം, ആ ഒരു പടം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കണേ. ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ്. ആ ഓവർ എക്സൈറ്റ്മെൻറ്റിന് ഉള്ള ഒരു രീതിയിൽ തന്നെ സിനിമ പോകും തന്നെയാണ് എൻ്റെ ഒരു ഹോപ്പ്. അതങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ലോകേഷ് കനകരാജാണ് ഒരു മിനിമം ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും സിനിമ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സിംഗിൾസ് അവർ പുറത്തു വിട്ടായിരുന്നു. ഫസ്റ്റ് ചിക്കിട്ട് വൈബ്, പിന്നെ സെക്കൻഡ് സിംഗിൾ മോനിക്ക, ആൻഡ് തേർഡ് വൺ ഈസ് അരങ്ക മധുരട്ടുമേ. ആ ഒരു BGMൻ്റെ ഒരു ഫുൾ ലെങ്ത് ലിറിക്കൽ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ചിക്കിട്ട് വൈബ് എന്ന് തുടങ്ങാം. ഈ ചിക്കിട്ട് വൈബ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോളി ഒരു ടൈപ്പ് സോങ് ആയിരുന്നു. അതിൻ്റെ കുറച്ച് ബിറ്റ്സ് നമുക്ക് പ്രൊമോ സോങ് ആയിട്ട് അവരിറക്കിയ സമയത്തും കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അതേപോലെ കുറേ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു പക്ക ഡാൻസ് മൂഡിൽ ഒരു സോങ് ആയിരുന്നു അത്. അപ്പോൾ ആ സോങ്ങിൽ കാണിക്കണ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അതൊരു വീട് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റൽ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ച നല്ല പാട്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മോനിക്ക ഇറങ്ങി, തേർഡ് സിംഗിൾ അരങ്ക മധുരട്ടുമേ. ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരുന്ന സിംഗിളായിരുന്നു അരങ്ക മധുരട്ടുമേ എന്നുള്ള സിംഗിൾ. അത് കേട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സോങ് കാണുന്നതിൻ്റെ ഇടയിൽ, അതിൻ്റെ ലിറിക്സിൻ്റെ ഇടയിൽ കൂടെ അവർ കുറച്ച് ആനിമേറ്റഡ് ആയിട്ടും അതേപോലെ ചില ഒറിജിനൽ സീൻസും ആ ഒരു സോങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇൻക്ലൂഡ് ചെയ്ത സീനിൽ ഒരു എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരെ ഫൈറ്റ് നടന്ന പോലത്തെ പരിപാടികൾ കാണിക്കുന്നുണ്ട്. പ്ലസ് ഇവർ നിൽക്കുന്ന സ്ഥലം ഒരു വലിയൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ് ഏകദേശം നമ്മുടെ ചിക്കിട്ട് വൈബിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഹോസ്റ്റലാവട്ടെ അല്ലെങ്കിൽ ആ വീടാവട്ടെ, അതിനോട് നല്ലൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിപ്പോൾ എങ്ങനെയായിരിക്കും ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരു കൈൻഡ് ഓഫ് ക്യൂരിയോസിറ്റി. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ലോകേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണക്ട് ചെയ്യാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സിനിമ ഒരു പവർ പാക്ഡ് സിനിമയാണ്. അതിൽ ഫസ്റ്റ് ഹാഫ് വരുന്നത് യു ജസ്റ്റ് കം, സിറ്റ് ബാക്ക്, റിലാക്സ്ഡ്, ഹാപ്പി ആയിട്ട് കാണൂ. അതാണ് ലോകേഷ് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് ഹാഫ് വിൽ ബി ഹിസ് ടെറിട്ടറി. ഇതാണ് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം. അപ്പോൾ ലോകേഷിൻ്റെ ടെറിട്ടറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഗസ് ചെയ്യാം. കാരണം അത് അത്രയും മാസീവായിരിക്കും. ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും, നല്ല ഫ്രെയിംസ്, നല്ല ഷോട്ട്, ത്രില്ലിംഗ് ആയിരിക്കും, ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇത്ര ചില്ലിംഗ് ആണെന്ന് പറയുമ്പോൾ ചിക്കിട്ട് വൈബ് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ സംഭവിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു, ഈ ഒരു പൊളിഞ്ഞ ബിൽഡിങ് കാര്യങ്ങൾ പറഞ്ഞു, അവിടെ കുറേ ഫൈറ്റ് നടന്നിട്ടുണ്ട്, ആകെ അലങ്കോലപ്പെട്ടിട്ടുണ്ട്. ആ ലിറിക്കൽ വീഡിയോ ഒന്നും നമുക്ക് ഏകദേശം അത് എവിഡൻ്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണും. അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, മേ ബി അതൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലുള്ള ഒരു പാർട്ടായിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പം ഒരു അരങ്കമതിരട്ടുമേ എന്നുള്ള BGM അവർ പ്ലേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ സോങ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, രജനീകാന്തിൻ്റെ ഫേസും ആളുടെ ഒരു അഗ്രസീവ് മോഡാണ് അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ 100% ഷുവർ അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഞാൻ കാണുന്ന 2 പോസിബിലിറ്റീസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ മേ ബി ആൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമയത്തുള്ളതായിരിക്കും ആ മറ്റേ ചിക്കിട്ട് വൈബ് സോങ്. അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്രസൻറ്റ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ പാട്ട് നടന്നു, അതിനെ ഫോളോയിങ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് വരുന്നു, ആ ഇൻസിഡൻറ്റിൽ ആൾ ഏർപ്പെടുന്നു. വേറൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ ആ ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലാണ് നടക്കുന്നത്. ഇനി
ഇത് വീടും ഹോസ്റ്റലും അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ്ങിൻ്റെ ടൈറ്റിൽ തന്നെ പവർ ഹൗസ് എന്നാണ്. പിന്നെ പവർ ഹൗസ് എന്നാണ് ആ ബിൽഡിങ്, ആ ഒരു ഞാൻ പറഞ്ഞ ഹോസ്റ്റൽ അല്ലെങ്കിൽ വീട് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് എഗെയിൻ അവിടെ കുറേ എന്താ പറയുക ട്രക്ക് അല്ലെങ്കിൽ ലോറി കാര്യങ്ങൾ എല്ലാം അവിടെ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സംഭവം സെക്കൻഡ് സിംഗിളിലേക്ക് എന്ന് പറഞ്ഞാൽ മോണിക്ക, അതിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഈ മോണിക്ക എന്ന് പറയുന്ന സിംഗിള് ഫുള്ള് ഒരു പോർട്ടലാണ് നടക്കുന്നത്. സൗബിൻ ഷായറും അതേപോലെ നമ്മുടെ പൂജ ഹെഗ്ഡി നമ്മളുടെ ഒരു ഡാൻസിൻ്റെ പരിപാടിയായിരുന്നു മോണിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പോർട്ടലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു പോയിന്റ് കിട്ടിയത്. മേ ബി ഈ ഒരു പോർട്ടിന് ക്ലോസ് ആയിട്ടുള്ള ഭയങ്കര അടുത്തായിട്ടുള്ള ഒരു വെയർ ഹൗസ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് പ്ലേസ് പോലെ ആണെങ്കിലോ ആ പവർ ഹൗസ് എന്ന് പറയുന്നത്, മേ ബി അവിടെ ആണെങ്കിലോ സാധനങ്ങൾ വരുന്നതും പോകുന്നതും, എന്ത് സാധനം എന്നൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട, കാരണം സിനിമ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു LCUവിൽ ഇത് ഉറപ്പായിട്ടും വരുന്നില്ല. സോ ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, മേ ബി സംതിങ് ഡിഫറെൻറ്റ്, അതായിരിക്കും അവർ ഉദ്ദേശിക്കേണ്ടാവുക കണ്ടെയ്നറിൽ വരുന്ന സാധനങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ എനിവേ അത് നമുക്ക് നോക്കാം, എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണത്. സോ ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് മനസ്സിലായിട്ടുള്ള കാര്യം. സോ ഇൻ്റർവെൽ ബ്ലോക്കിന് വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കാം അരംഗമതിരട്ടുമേ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ആയിരിക്കാം. പിന്നെ നമ്മൾ കാണാൻ പോണ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നുള്ളതൊരു വേറെ ഒരു എന്താ പറയുക ഒരു അഗ്രസീവ് അല്ലെങ്കിൽ ഒരു മാസീവ് മോഡിലായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം ലോകേഷ് അഗെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ടെറിട്ടറി സെക്കൻഡ് ഹാഫ് ആണെന്നുള്ളത്. ആൻഡ് എനിക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഫൈറ്റ് സീക്വൻസ് കാരണം അൻപറിവാണ് ഫൈറ്റ് ചെയ്യണത്. സോ എഗെയിൻ ഫൈറ്റിൻ്റെ കാര്യം മിനിമം ഗ്യാരണ്ടീഡ് ആണ്. സിനിമാട്ടോഗ്രാഫർ ഗിരീഷ് ഗംഗാധരൻ, ഞാൻ ഇന്നലെയും കിങ്ഡം ചെയ്തപ്പോഴും ആളെ പേര് പറഞ്ഞു, ആളായിരുന്നു സിനിമാട്ടോഗ്രാഫർ ഒരാളായിട്ടുണ്ടായിരുന്നു അതിൽ. സോ എഗെയിൻ അതൊരു വലിയൊരു പ്ലസ് ആണ് നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ലോകേഷ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗ്യാരണ്ടീഡ് പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകേഷിൻ്റെ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ലിയോ ആണെങ്കിലും മിക്സഡ് റിവ്യൂ വന്നെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലിയോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന ഒരു വലിയൊരു സിനിമ, അത്രയും ഞാൻ പറഞ്ഞ പോലെ എഗെയിൻ ഞാൻ പറയുകയാണ്, ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കണേ. എല്ലാം നല്ല രീതിയിലാവട്ടെ, നല്ല രീതിയിൽ പോകട്ടെ. LCUവിൻ്റെ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് LCUവിനെ പറ്റി കുറേ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്, ഇത് LCUവിലാവുമോ. ഈവൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇത് LCUവിൽ വരുമോ, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. അറിയാത്തവർക്ക് വിക്രം, കൈദി ഒക്കെ ഈ ലിയോ ഒക്കെ ഈ ഒരു യൂണിവേഴ്സ് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതും അങ്ങനെ കണക്റ്റഡ് ആവുമോ എന്ന് ചോദിക്കണതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പറഞ്ഞിരുന്നു ഇതൊരിക്കലും ഒരു LCU പടമല്ല, സ്റ്റാൻഡ് അലോൺ ആണ്. പക്ഷേ അവിടെ നമുക്ക് ലോകേഷിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇതേപോലെയായിരുന്നു ലിയോയിലേക്ക് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഫഹദ് ഫാസിലിനെയാണ് ഇനീഷ്യലി സൗബിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആലോചിച്ചിരുന്നത്, ആളുടെ തിരക്ക് കാരണം ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഫഹദിനെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്താ പറയുക LCUവിൽ വരുന്ന മൂവി ആയിരിക്കില്ല. കാരണം ഫഹദ് ഓൾറെഡി വിക്രമിലുണ്ട്, LCU യൂണിവേഴ്സിലുണ്ട്. അപ്പോൾ എഗെയിൻ അത് വേറൊരു ക്യാരക്ടറായിട്ട് വരാൻ ഉറപ്പായിട്ടും ചാൻസ് ഇല്ല. അത് അങ്ങനെ LCUവിൻ്റെ ഒരു ചാൻസ് ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷേ വീണ്ടും കുറേ സംശയങ്ങളുണ്ടായി ഇത് LCUവിൽ വരിക. കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് വീഡിയോസും കാര്യങ്ങളും എല്ലാം LCU ആണ്. പക്ഷേ ലോകേഷ് അത് വീണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. ഈവൺ ആമിർ ഖാൻ വരും എന്നുള്ളൊരു പോർഷൻ അത് ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണെങ്കിൽ കൂടി നമ്മൾ വിചാരിക്കുക നമ്മുടെ എന്താ പറയുക റോളക്സ് ഒക്കെ വന്ന പോലെ ആയിരിക്കും എന്നുള്ളത് ആൾ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയല്ല ഇത്. ഇനിയിപ്പോൾ ഒരു വരികയാണെങ്കിൽ തന്നെ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ആയിട്ടായിരിക്കും ഈ ഒരു മൂവി വരിക എന്നുള്ളത്. ആൻഡ് എനിവേ നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഇത് LCU അല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈദി റൈറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ LCUവിൻ്റെ കോൺസെപ്റ്റോ കാര്യങ്ങളൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഈവൻ വിക്രമിൻ്റെ ടൈമിൽ പോലും നമ്മളെ നരേൻ്റെ റോള്, ബിജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോള് വിക്രമിലേക്ക് ഇങ്ങനെ വന്നു പോയതാണ്. അഡീഷണലി അവർ റൈറ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം അവർ പ്ലാൻ ചെയ്തതാണ്. അത് മനസ്സിൽ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ലോകേഷ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. കാരണം എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കൂലി ഇനീഷ്യൽ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ അവർ ചെയ്തത് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ മേ ബി ആ ചേഞ്ചസ് LCU ആയിരിക്കാം. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതറിയാൻ വേണ്ടിയിട്ട്. എത്ര പേര് ഇവിടെ കൂലി കാണാൻ ഫസ്റ്റ് ഡേ പോകുന്നുണ്ടാവും? നമുക്ക് യു കെയിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ 13th പ്രീമിയർ ഉണ്ട്. 13th നൈറ്റ് ആയിരിക്കും. അതിന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഡിസ്ട്രിബ്യൂഷൻ ടീമിൻ്റെ അടുത്ത് നിന്ന്. ബട്ട് ഹോപ്പ്ഫുള്ളി 13th നൈറ്റിന് ഉണ്ടാവും. ഇപ്പോൾ ഓഡിയോണിലൊന്നും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നേരെ മറിച്ച് 14-ാം തീയതിക്ക് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ടിക്കറ്റ് വേണ്ടവർ വേഗം പോയിട്ട് ബുക്ക് ചെയ്യുക. ഈവൻ വാർ 2 സെയിം ഡേ റിലീസാണ്.
14th പക്ഷേ 13th ചിലപ്പോൾ പ്രീമിയർ ഉണ്ടാവും. സോ എല്ലാവരും ടിക്കറ്റൊക്കെ വേഗം എടുക്കുക, എൻജോയ് ചെയ്യുക പടം. ആൻഡ് സൂപ്പർ സ്റ്റാറിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരും അതേപോലെ കൂലി കാണാൻ പോകുന്ന ആൾക്കാരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ് ഷെയർ ചെയ്യുക. ആൻഡ് യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തായി. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. സോ എല്ലാവരും അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.